ബഹ്റൈനും കേരളവുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും പ്രവാസികൾക്ക് പ്രയോജനപ്രദമാവുകയും ചെയ്യുന്ന 7 നിർദ്ദേശങ്ങൾ ബഹ്റൈൻ ഭരണകൂടത്തിന് മുന്നിൽ വെച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ 70ാം വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യവെയാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. My government has put forward a list proposals to His Majesty, which will be of immense help and benefit to the people of the kingdom and our people. ബഹ്റൈനിൽ കേരള പബ്ലിക് സ്കൂളും എഞ്ചിനീയറിംഗ് കോളേജും സ്ഥാപിക്കുക, കേരളത്തിൽ ഒരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് ധനകാര്യ ജില്ല രൂപവൽക്കരിക്കുക, ബഹ്റൈനിന്റെയും കേരളത്തിന്റെയും സാംസ്കാരിക കൈമാറ്റത്തിനായി ബഹ്റൈൻ നാമധേയത്തിൽ കേരളത്തിൽ ഒരു സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുക, ബഹ്റൈൻ സ്വദേശികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ നൽകാനായി കേരളത്തിൽ ആതുരാലയം സ്ഥാപിക്കുക, മലയാളികൾക്കായി ബഹ്റൈനിൽ കേരള ക്ലിനിക് ആരംഭിക്കുക, മലയാളികൾക്ക് നിയമസഹായം ലഭിക്കുന്നതിനായി നോർക്കയുടെ കീഴിൽ ബഹ്റൈനിൽ പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കുക എന്നിവയാണ് ബഹ്റൈൻ രാജാവിന് മുന്നിൽ മുഖ്യമന്ത്രി വെച്ച നിർദ്ദേശങ്ങൾ. മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.